ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്ന ആഞ്ഞിലിച്ചക്കയ്ക്ക് ഇത് സുവർണകാലം. വഴിയോര കച്ചവടക്കാർക്ക് പ്രിയപ്പെട്ട പഴമായി ഇത് മാറിക്കഴിഞ്ഞു. കോതമംഗലത്തെ തെരുവോരങ്ങളിൽ ആഞ്ഞിലിച്ചക്കയുടെ വില 1000-ലധികമാണ്. വിദേശ ഇനം പഴങ്ങളുടെ തള്ളിക്കയറ്റമുണ്ടായപ്പോൾ മലയാളികൾ കൈയൊഴിഞ്ഞ മധുരമൂർന്ന ആഞ്ഞിലിച്ചക്കപ്പഴം വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലാണ്. അയണിച്ചക്ക, ആനിക്കാവിള തുടങ്ങി വിവിധ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്ന ആഞ്ഞിലിച്ചക്കപ്പഴം ഒട്ടേറെ ഔഷധ ഗുണങ്ങളും ഉള്ളതാണെന്ന് പഴമക്കാരുടെ ഇടയിൽ പ്രചാരമുണ്ട്. ഇതിന്റെ പച്ചച്ചക്ക പുഴുക്കിനും കറിക്കും ഉപയോഗിച്ചിരുന്നു. വറുത്ത കുരു പണ്ടുകാലത്തെ ഒരു പ്രധാന ഭക്ഷ്യവിഭവമായിരുന്നു. കൂറ്റൻ മരങ്ങളിൽ വളരുന്ന ഈ ആഞ്ഞിലിച്ചക്ക കൈപ്പിടിയിലൊതുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ നഴ്സറികളിൽ കുഞ്ഞനിനങ്ങളും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. കോതമംഗലത്ത് ആഞ്ഞിലിച്ചക്കയുടെ പ്രചാരകനായി രംഗത്തു വന്നിട്ടുള്ളത് നെല്ലിക്കുഴി സ്വദേശി സ്റ്റാൻലി ചെമ്മണ്ണാറാണ്. രാവിലെ ഉന്തുവണ്ടിയിൽ ആഞ്ഞിലിപ്പഴവുമായി ഇറങ്ങിയാൽ വൈകിട്ടാവുമ്പോഴേക്കും മുഴുവൻ വിറ്റ് തീർന്നിരിക്കും. 600 രൂപ മുതൽ 1000 രൂപ വരെയാണ് വിലയിട്ടിരിക്കുന്നത്. വില എത്രയായാലും ആവശ്യക്കാരുള്ളതുകൊണ്ട് സ്റ്റാൻലി കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഓൺലൈനിലും ആവശ്യക്കാരുണ്ടെന്നാണ് സ്റ്റാൻലി പറയുന്നത്. ആഞ്ഞിലിപ്പഴത്തിന്റെ സീസൺ അവസാന ഘട്ടത്തിലായതുകൊണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നാണ് സ്റ്റാൻലി ഇവ ശേഖരിക്കുന്നത്. ലാഭം മാത്രമല്ല, ആഞ്ഞിലിച്ചക്ക ആവശ്യക്കാരില്ലാതെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കച്ചവടവുമായി രംഗത്ത് വന്നതെന്ന് സ്റ്റാൻലി പറഞ്ഞു. ആഞ്ഞിലിച്ചക്ക വിൽക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഈ ആഞ്ഞിലിച്ചക്ക വെറുതെ എല്ലാം നശിച്ചു പോകണല്ലോ. നശിച്ചു പോകുന്ന കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി, ഇത് പറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാം. കാരണം വെച്ചാൽ മറ്റുള്ളവരൊക്കെ എല്ലാ സാധനത്തിനും അവർ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്, പക്ഷെ നമ്മുടെ മുറ്റത്തുള്ള സാധനത്തിന് ആരും ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതിനൊരു ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇപ്പൊ കച്ചവടം തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.